കിഷ്കിന്ധാകാന്ഡം സിനിമയുടെ അണിയറ പ്രവർത്തകർ വീണ്ടും ഒന്നിക്കുന്ന എക്കോ എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ബാഹുൽ രമേഷിന്റെ തിരക്കഥ തന്നെയാണ് ഇതിന്റെയും നട്ടെല്ല്. മനസ്സിൽ ഒരു വിങ്ങൽ നൽകുന്ന ആ പ്രത്യേകതരം ഫീലിംഗ് ഈ സിനിമയും നമുക്ക് തരുന്നുണ്ട്. തുടങ്ങുന്നതിന് മുൻപ് ഒരു മുന്നറിയിപ്പ്. ഈ വീഡിയോയിൽ നിറയെ സ്പോയിലറുകളുണ്ട്. സിനിമ കാണാത്തവർ ദയവായി ഇപ്പോൾ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുക. എക്കോ ശരിക്കും ഒരു ഗംഭീര അനുഭവമാണ്. അതിലെ മൂടൽമഞ്ഞ് നിറഞ്ഞ ലൊക്കേഷനും സന്ദീപ് എന്ന നടന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. പിയൂസ് എന്ന കഥാപാത്രമായി സന്ദീപ് അക്ഷരാർത്ഥത്തിൽ ജീവിക്കുകയായിരുന്നു. എക്കോ എന്നത് ഒരു സംസ്കൃത വാക്കാണ്. ഒന്ന് അഥവാ ഏകം എന്നാണ് അർത്ഥം. അതായത് നമ്മൾ രണ്ടാണെന്ന് കരുതുന്ന പല കാര്യങ്ങളും സത്യത്തിൽ ഒന്നാണ് എന്നതാണ് സിനിമയുടെ ഫിലോസഫി. ഇത് സിനിമയിൽ കാണിക്കുന്നത് അവിടുത്തെ മലേഷ്യൻ നായകളിലൂടെയാണ്. ടെലോമിയൻ എന്നാണ് ഈ ബ്രീഡിന്റെ പേര്. ഇവയുടെ പ്രത്യേകത, ഇവയ്ക്ക് ഒരേയൊരു യജമാനനെ ഉണ്ടാവൂ. സിംഗിൾ മാസ്റ്റർ ബ്രീഡാണിവ. വീട്ടിലെ ബാക്കി എല്ലാവരോടും ഇണങ്ങിയാലും ഇവ ഒരാളെ മാത്രമേ അനുസരിക്കൂ. ഇവിടെയാണ് സിനിമയിലെ വലിയ ട്വിസ്റ്റ്. നമ്മൾ വിചാരിക്കുന്നത് കുരിയാച്ചനാണ് ഈ നായകളുടെ മാസ്റ്റർ എന്നാണ്. എന്നാൽ ക്ലൈമാക്സിൽ നമ്മൾ തിരിച്ചറിയുന്നു മ്ലാത്തിച്ചേടത്തിയാണ് അവയുടെ ശരിയായ യജമാനൻ എന്ന്. സിനിമ പറയുന്ന ഏറ്റവും വലിയ സത്യം ഇതാണ്. ചിലപ്പോൾ സംരക്ഷണവും തടവറയും കണ്ടാൽ ഒരേപോലെ ഇരിക്കും. കുരിയാച്ചൻ മരിച്ചിട്ടില്ല. അയാൾ മ്ലാത്തിച്ചേടത്തിയുടെ തടവറയിലാണ്. അയാളെ സംരക്ഷിക്കാനല്ല, അയാൾ പുറത്തു പോകാതിരിക്കാൻ കാവൽ നിൽക്കുന്ന ജയിലർമാരാണ് ആ നായകൾ. ഇനി പിയൂസ് എന്ന സന്ദീപിന്റെ കഥാപാത്രത്തിലേക്ക് നോക്കുമ്പോൾ അവനും ആ നായകളെ പോലെയാണ്. അവന് ലോകത്ത് കുരിയാച്ചൻ അല്ലാതെ വേറൊരു യജമാനനില്ല. അതുകൊണ്ടാണ് കുരിയാച്ചനെ തേടി വരുന്നവരെയെല്ലാം അവൻ കൊന്നൊടുക്കുന്നത്. തന്റെ മാസ്റ്ററെ സംരക്ഷിക്കുക മാത്രമാണ് അവന്റെ ലക്ഷ്യം. പക്ഷേ ഒടുവിൽ കുരിയാച്ചൻ സ്വന്തം വീട്ടിൽ തടവുകാരനാണെന്ന് അവൻ തിരിച്ചറിയുന്നുണ്ട്. നിർഭാഗ്യവശാൽ മ്ലാത്തിച്ചേടത്തിയുടെ നായകൾക്ക് മുന്നിൽ അവന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ചുരുക്കത്തിൽ കാഴ്ചയിൽ പലതാണെന്ന് തോന്നുമെങ്കിലും സംരക്ഷണവും നിയന്ത്രണവുമെല്ലാം ഒന്നാണെന്ന് എക്കോ ഓർമ്മിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.